Thank you, Jesus. Thank you, Jesus. Thank you. നീ അനേക നാളുകളായി ചോദിക്കുന്നു, ദൈവമേ ഒരു വലിയ അനുഗ്രഹം എനിക്ക് വരാൻ പോകുന്നു പറഞ്ഞില്ലേ, അതിന്റെ അടയാളം എന്താ? എന്നെ വിടുവിക്കാൻ ഒരു വ്യക്തി വരാമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ അടയാളം എന്താ? What is the sign? എന്താ കർത്താവേ അടയാളം? എന്താ കർത്താവേ അടയാളം? നീ എന്നെ വലിയൊരു അനുഗ്രഹത്താൽ നിറയ്ക്കാൻ പോകുന്ന അടയാളം എന്താ? ഒന്നാമത്തെ അടയാളം, മറ്റാർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ നിനക്കുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത വേദന നിന്റെ ഹൃദയത്തിനകത്ത് നീ നാളുകളായി 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 വർഷങ്ങളായി നീ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതാണ് അടയാളം. അതാണ് അടയാളം. നാളുകളായി നീ കടന്നു പോകുന്ന വേദന, മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധിയാണ് നിന്റെ ജീവിതത്തിനകത്ത് നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ, എല്ലാവരും പഠിച്ചു പാസ്സായി അവരവരുടെ ജോലിക്ക് കയറി, പക്ഷേ എൻ്റെ കാര്യം മാത്രം ഇതുവരെ ഒന്നും ആയില്ല. താങ്ക് യു ജീസസ്. എല്ലാവരും പഠിച്ചു, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ നല്ല ജോലിയിൽ കയറി, പക്ഷെ എൻ്റെ കാര്യത്തിൽ മാത്രം ഇതുവരെ ഒന്നും ആയില്ല. That is a sign. പക്ഷേ എനിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ പറ്റാത്ത രീതിയിൽ പ്രഷറാ. പറക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പറപ്പിക്കാൻ ആളില്ല. സഹായിക്കണമെന്നൊക്കെ പലരും അടുത്ത് വരും, പക്ഷേ അവരുടെ സഹായം പോലും ഏറ്റുവാങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. Praise the Lord. Hallelujah. വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ആരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആരോട് ഞാനെന്ന് പറഞ്ഞു കൊടുക്കും? ഒരാളോട് പറയാന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നേ. അപ്പോൾ ആരോട് പറയും? അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഇതിനൊരു പ്രക്രിയയുണ്ട്, ഈ വചനത്തിനൊരു സത്യമുണ്ട്, ഈ വചനത്തിന് ചില ഡിസിപ്ലിനറി ആക്ഷനുകളുണ്ട്, ഈ വചനത്തിന് ചില വ്യക്തികൾ അങ്ങനെ കടന്നു പോയിട്ടുണ്ട്, ഈ വചനത്തിനകത്ത് ഒരു കൂട്ടം ജനം അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. നീ ഇസ്രായേൽ മക്കളോട് ചോദിക്കുക, അവർ പറയും ഞങ്ങൾ ഇതുവരെ ഇതുപോലുള്ള കഠിനമായ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടില്ല പാസ്റ്ററെ. ഹലോ, പാസ്റ്ററിന്റെ പേര് മോശ എന്നല്ലേ? അതെ പാസ്റ്ററെ. പാസ്റ്ററിന് അറിയാമോ, കഴിഞ്ഞ തലമുറകളൊന്നും ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. അവർക്ക് ജോലി ഉണ്ടായിരുന്നു, അവർക്ക് വരുമാനമുണ്ടായിരുന്നു, അധ്വാനിക്കുന്നവർക്ക് ശമ്പളം കിട്ടുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കാര്യം നോക്കിക്കേ, ഞങ്ങൾ അധ്വാനിക്കുന്നിടത്ത് ശമ്പളം കിട്ടുന്നില്ല, അടിമപ്പണി, നല്ലൊരു വസ്ത്രം ധരിക്കാനില്ല, നല്ലൊരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. എത്ര തലമുറകളായി ഞങ്ങൾ ഇങ്ങനെ കിടക്കുമെന്നറിയാമോ? പാസ്റ്ററിന് വല്ലതും പറയാറുണ്ടോ? അഭിപ്രായം പറയാറുണ്ടോ? മോശ എന്ന് പാസ്റ്ററിനോട് ഇസ്രായേൽ ജനം പറയുക, പാസ്റ്ററെ, പാസ്റ്റർ അറിയത്തില്ല ഞങ്ങളുടെ അനുഭവങ്ങളൊന്നും, ഇറ്റ് ഈസ് അൺബെയറബിൾ, സഹിക്കാൻ പറ്റുന്നില്ല പാസ്റ്ററെ. നിനക്കറിയത്തില്ല നിന്റെ വിടുതലിന്റെ അപ്പോയിന്റ്മെന്റ് എന്റെ കയ്യിലുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ടാണ് നിന്റെ അടുത്ത് വന്നിരിക്കുന്നേ, നിന്നെ റിലീസ് ചെയ്യാൻ. അയ്യോ, എന്തുവാ പൊട്ടത്തരമായി പോഷത്തരമായി പറയുന്നേ? ഉലകത്തിൽ ഇതേപോലെ രാജാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. 400 വർഷം ഞങ്ങൾ അടിമകളാ. യുവർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഈസ് വിത്ത് മീ. നിന്നെ വിടുവിക്കാനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരാഴ്ച? ഞാനാകുന്നു ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, മുൾപ്പടർപ്പിനകത്ത് എനിക്ക് വെളിപ്പെട്ടവൻ. ആരായച്ചത്? ഞാനാകുന്നു ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, മുൾപ്പടർപ്പിനകത്ത് വെളിപ്പെട്ടവൻ, എന്റെ കാലിന്റെ ചെരുപ്പുകളെ ഉപേക്ഷിക്കാൻ പറഞ്ഞവൻ എന്നോട് പറയുന്നു, നിന്റെ വിടുതലിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇന്ന് പകൽ ദൈവം സാക്ഷ്യം ചെയ്ത് റിലീസ് ചെയ്ത് കർത്താവിനെ വിടുകയാണ്. നീ ഇനി അടിമത്വത്തിന്റെ കീഴിലല്ല, നീ ഇനി അടിമത്വത്തിന്റെ കീഴിലല്ല.
ജീസസ്, ജീസസ്. ഒരു വലിയ അനുഗ്രഹം വരാൻ പോകും കേട്ടോ. ആരെങ്കിലും ഇതിൽ കൂടി ഇങ്ങനെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ റിലീസിങ് ഓർഡർ റെഡിയായി കഴിഞ്ഞു. ഒരാമയെ പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്താണ്ട് ആത്മാവിലെ റിലീസിങ് ഓർഡർ കണ്ടിട്ട് കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറ. കർത്താവെ, ഞാൻ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുകയാണ്. I receive it in the name of Jesus. കേട്ടോ കേട്ടോ, നിങ്ങളുടെ റിലീസിങ് ഓർഡർ വന്നു. റിലീസിങ് ഓർഡർ, റിലീസിങ് ഓർഡർ, റിലീസിങ് ഓർഡർ. 400 വർഷമായിക്കോട്ടെ, 40,000 വർഷമാകട്ടെ, എന്റെ ദൈവം തീരുമാനിച്ചാൽ അത് ചെയ്യുകയാണ്. ഓ താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവ് ആരോട് പറയുന്നു? ചില റിലീസിങ് ഓർഡറുകളെ ദൈവം ഡിക്ലെയർ ചെയ്യാൻ. ചില റിലീസിങ് ഓർഡർ, ചില റിലീസിങ് ഓർഡറുകളെ ദൈവം ഇന്ന് പകൽ റിലീസ് ചെയ്യുകയാണ്. ബ്രദറെ, ചില റിലീസിങ് ഓർഡർ റിലീസ്. രാജേന്ദ്രൻ, ഫോർ യു there are some releasing order. Shakala badaraga laga tarabalaga daraga adal kalaga taraga laga dalaga balaga tariya arkabala badalaga balaga laga tariya. റിലീസിങ് ഓർഡർ. രാമേ പറഞ്ഞ കർത്താവിനെ സ്തോത്രം ചെയ്താട്ട് കേട്ടോ. ടോം ബ്രദറെ, ടോമങ്ങളെ, ഒരു റിലീസിങ് ഓർഡർ കേട്ടോ. കർത്താവിനെ കാണിച്ചു. അത് നിങ്ങൾക്ക് വേണ്ടി ഒരു റിലീസിങ് ഓർഡർ ഡിക്ലെയർ ചെയ്യുക. കർത്താവ് റിസീവ്. ആമേൻ. രാജേന്ദ്ര ബ്രദർ, ഒരു റിലീസിങ് ഓർഡർ ഡിക്ലെയർ കർത്താവ് റിലീസ് ചെയ്യാൻ. പ്രൈസ് ഗോഡ്. റിലീസിങ് ഓർഡർ. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് റിസീവ് ചെയ്തു. റിസീവ് ഇന്നവരോട് പറയുന്നെങ്കിൽ, ദൂത് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ആത്മാവ് റിസീവ് ചെയ്യാം. യു ക്യാൻ ടേക്ക് ഇറ്റ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അടയാളം പറഞ്ഞിട്ട്, അടയാളം, അടയാളം. കർത്താവ് അടയാളം. കർത്താവ് എന്ത് ചെയ്താലും അതിനു മുമ്പ് ഒരു അടയാളം കാണിക്കും. എന്ത് ചെയ്താലും അതിനു മുമ്പ് ഒരു അടയാളം കാണിക്കും. താങ്ക് യു ജീസസ്. വാട്ട് ഐ ബ്ലെസ്ഡ് ഗോഡ് വി സെർവ്. എന്ത് ചെയ്താലും അതിനു മുമ്പ് ഒരു അടയാളം കാണിക്കും. ആരോടെങ്കിലും ദൈവം കേട്ടോ. രോഗമൊരു അടയാളമായിരുന്നു. എന്തായിരുന്നു അടയാളം എന്നറിയാമോ? നിന്റെ വീടിന് മുമ്പിൽ നിന്നെ